നമസ്കാരം. അടുത്ത വർഷം 2027 ഡിസംബറിലാണ് ഗുജറാത്തിൽ ഇനിയൊരു നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഒരു തരിമ്പ് പോലും ഇല്ല എന്ന് തെളിയിക്കുന്നു ഇതാ ഏറ്റവും പുതിയ ഗുജറാത്തിലെ 4 ടയർ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ഇപ്പോൾ പുറത്തു വരുന്ന ഫലങ്ങൾ. 15 കോർപ്പറേഷനുകളിൽ അല്ലേ? അതെ. 13 BJP ലീഡ് ചെയ്യുന്നു. 13 BJP നേടി, 2 ലീഡ് ചെയ്യുന്നു. അതെ. ബാക്കി 3 തലത്തിലും പ്രധാന എതിരാളിയായ കോൺഗ്രസിനേക്കാൾ വളരെ ഗണ്യമായൊരു ലീഡാണ് BJPക്ക്. പേരിന് ആം ആദ്മി പാർട്ടി ഒരു വാർഡിൽ അക്കൗണ്ട് തുറന്നു എന്നൊഴിച്ചാൽ അവരും തകർന്നടിഞ്ഞ് നിലംപരിച്ചായി. എന്താണ് പ്രശാന്ത്ജി ഏറ്റവും പുതിയ ഈ ഗുജറാത്തിലെ വാർത്തകൾ? ഗുജറാത്തിൽ കൃത്യമായിട്ടൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറി എന്ന് തന്നെ പറയാം. ഇന്ത്യ ടുഡേ പോലെയുള്ള മാധ്യമങ്ങൾ അതിനെ വിശേഷിപ്പിക്കുന്നത് ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി എന്നാണ് പറയുന്നത്. BJP ഭരണവിരുദ്ധ വികാരം, പ്രോ ഇൻകംബൻസി, ഭരണവിരുദ്ധ വികാരം, ഭരണവിരുദ്ധ തരംഗം ഒക്കെ ഉണ്ടാകും എന്ന് കോൺഗ്രസ് അടക്കമുള്ളവർ പ്രചരിപ്പിച്ചിരുന്നപ്പോൾ വളരെ കൃത്യമായിട്ടൊരു ഭരണാനുകൂല തരംഗം, ഭരണാനുകൂല വികാരം ഗുജറാത്തിൽ അലയടിക്കുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. അതെ അതെ അതെ. അവിടെ നമുക്ക് ഈ കണക്കുകൾ കുറച്ചൊക്കെ വന്നിട്ടുണ്ട്, പൂർണ്ണമായിട്ടും വന്നിട്ടില്ല, വോട്ടെണ്ണിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ദേശീയ മാധ്യമങ്ങളൊന്നും ആഘോഷിച്ചില്ല ഇന്ന്. കാരണം ഇന്ന് BJPയുടെ പതനമാണോ ഗുജറാത്തിലൊന്നും അതുപോലും പറയാൻ മെനക്കെടാതെയാണ് ഇന്നത്തെ ഒട്ടുമിക്ക പത്രങ്ങളും കടന്നുപോയത്. അല്ല, അവരൊന്നും ഈ BJP വിജയിച്ചാൽ അത് വാർത്തയല്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ പട്ടി മനുഷ്യനെ കടിച്ചാൽ അത് വാർത്തയല്ല, പക്ഷെ മനുഷ്യൻ പട്ടിയെ കടിച്ചാൽ വാർത്തയാണ്. പക്ഷെ ആ കാലമൊക്കെ മാറി. ഇന്നിപ്പോ പട്ടിക്കടി കൊണ്ട് വാർത്ത ഇല്ലാത്ത ദിവസമില്ല, അല്ലെ? അത് ഈ കാര്യത്തിലും ബാധകമാണെന്ന് മാധ്യമങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ 4 തലങ്ങളിലാണ്. 1 മുനിസിപ്പൽ കോർപ്പറേഷൻ, 2 മുനിസിപ്പാലിറ്റികൾ, 3 ജില്ലാ പഞ്ചായത്തുകൾ, 4 സബ് ഡിസ്ട്രിക്ട്, അതായത് ഉപജില്ലാ പഞ്ചായത്തുകൾ അഥവാ താലൂക്ക് തലത്തിൽ. ഇങ്ങനെയാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ടും ഈ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് 15 മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഗുജറാത്തിലുണ്ട്. അതിൽ 13 BJP വിജയിച്ചു. സൂററ്റും അഹമ്മദാബാദുമാണ് BJP ലീഡ് ചെയ്യുന്നത്. അതിൽ സൂററ്റിലാണ് 17ാം വാർഡ് വിജയിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി അക്കൗണ്ട് തുറന്നിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ അവകാശവാദം BJPയെ മലർത്തിയടിച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വെന്നിക്കൊടി പാറിക്കും എന്നൊക്കെയാണ് അരവിന്ദ് കെജ്രിവാളും കൂട്ടരും പറഞ്ഞിരുന്നത്. പക്ഷേ അതൊക്കെ വെറും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ ആയിപ്പോയി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്തായാലും ഈ 15 മുനിസിപ്പൽ കോർപ്പറേഷനിലും കൂടെ 1044 സീറ്റുകളാണ് ഉള്ളത്. അതിൽ 732 BJP വിജയിക്കുകയോ ലീഡ് ചെയ്യുകയോ ചെയ്യുന്നു. കോൺഗ്രസിന് 65 സീറ്റുകളാണ് കിട്ടിയിരിക്കുന്നത്. മറ്റു പാർട്ടികൾക്ക്, അതായത് സ്വതന്ത്രൻ, ആം ആദ്മി പാർട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞ് പാർട്ടികളുണ്ട്, അവർക്ക് 11 സീറ്റുകളാണ് അവിടെ ആകെ കിട്ടിയിട്ടുള്ളത്. BJPക്ക് എത്രയാണ്? BJPക്ക് 732, കോൺഗ്രസിന് വെറും 65. 1044 ആകെ ഉള്ളത്. ഇനിയും സീറ്റുകൾ എണ്ണാനുണ്ട്. പക്ഷെ BJP ബഹുദൂരം മുന്നിലാണ് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഈ 84 മുനിസിപ്പാലിറ്റികളുണ്ട്. 84 മുനിസിപ്പാലിറ്റികളിൽ 1688 സീറ്റുകളാണ് ഉള്ളത്. 2030 സീറ്റുകളാണുള്ളത്. അതിൽ 1688 സീറ്റുകളിൽ BJP വിജയിച്ചു. കോൺഗ്രസിന് 389 സീറ്റുകളാണ് ഉള്ളത്. പകുതിയിലേറെ അല്ല, 2/3 സീറ്റുകളും BJP പിടിച്ചെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്നു. അതുപോലെ മറ്റുള്ളവർ അവിടെ 138 ഈ മുനിസിപ്പാലിറ്റികളിൽ. ഇത് മുനിസിപ്പാലിറ്റികളുടെ കണക്കാണ്. നമ്മൾ ഈ മറ്റ് ഇതിലേക്ക് വന്നാൽ, ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നാൽ, അവിടെയും കണക്ക് 34 ജില്ലാ പഞ്ചായത്തുകളിൽ 1090 സീറ്റുകളിൽ BJP 1090 സീറ്റുകളാണ് ആകെ ഉള്ളത്. BJP വിജയിച്ചിരിക്കുന്നത് 503 സീറ്റുകളിലാണ്. കോൺഗ്രസിന് 68 സീറ്റ്, മറ്റുള്ളവർക്ക് 21. ബാക്കി സീറ്റുകളുടെ ഫലം വരാനുണ്ട്, എണ്ണിക്കൊണ്ടിരിക്കുന്നു. അവിടെ കോൺഗ്രസിനേക്കാളും മുന്നിലാണ്. ഇനി ഏതാണ്ട് 2 സീറ്റുകളുടെ ഫലമേ പുറത്തു വന്നിട്ടുള്ളൂ എന്ന് കരുതാം. ബാക്കി വരാനുണ്ട്. അതുകൂടി വരുമ്പോൾ വളരെ കൃത്യമായിട്ട് അറിയാൻ കഴിയും. അതുപോലെ തന്നെ ഈ 260 ഉപജില്ലകളിൽ, സബ് ഡിസ്ട്രിക്ട് അഥവാ താലൂക്കുകളിൽ 5234 സീറ്റുകളാണുള്ളത്. അതിൽ BJP ഏതാണ്ട് 1964 സീറ്റുകൾ
ലീഡ് ചെയ്യുകയോ വിജയിക്കുകയോ ചെയ്തിരിക്കുന്നു. കോൺഗ്രസ്സിന് ആകട്ടെ, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്ക് 468, മറ്റുള്ളവർക്ക് 256. ഇതാണ് ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കേരളം വിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് നമ്മൾ ഉത്തരേന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയം, ഈ നഗര കേന്ദ്രീകൃത കോർപ്പറേഷനുകളിലോ മുനിസിപ്പാലിറ്റികളിലോ ഒക്കെ രാഷ്ട്രീയം ഉണ്ടാകും. അവിടെ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ നിർത്തും. പക്ഷെ താഴെത്തട്ടിലേക്ക് വരുമ്പോൾ പഞ്ചായത്തുകളിൽ, ജില്ലാ പഞ്ചായത്ത് വരെയൊക്കെ ഇത്തിരി രാഷ്ട്രീയം ഉണ്ടാകും. പക്ഷെ അതിന് താഴോട്ട് അങ്ങനെ രാഷ്ട്രീയം ഉണ്ടാകില്ല. അവിടെ ആ വാർഡിൽ ഏറ്റവും മികച്ച ഒരാളെ അവർ സ്ഥാനാർത്ഥിയായിട്ട് ഓരോ പാർട്ടികൾ ചിലപ്പോൾ നിയോഗിക്കും, ചിലപ്പോൾ സ്വതന്ത്രർ മത്സരിക്കും. അതിനകത്ത് രാഷ്ട്രീയം പൊതുവെ ഉണ്ടാകാറില്ല. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. പക്ഷേ അമിത്ഷാ ദേശീയ അധ്യക്ഷനായിട്ട് വന്നതിന് ശേഷം ഏറ്റവും താഴെത്തട്ടിൽ വരെ അദ്ദേഹം കൃത്യമായിട്ട് BJP സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് BJPയുടെ കരുത്ത് BJPക്ക് തന്നെ മനസ്സിലായത്. അങ്ങനെ വന്നപ്പോൾ കോൺഗ്രസും സമാനമായിട്ട് താഴെത്തട്ടിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ നിർത്താൻ തുടങ്ങി. അങ്ങനെ കഴിഞ്ഞ ശരിക്കും പറഞ്ഞാൽ ഒരു 10 വർഷമായിട്ടാണ് ഈ കാര്യത്തിൽ നമ്മൾ രാഷ്ട്രീയമായൊരു പോരാട്ടം കാണുന്നത്. എന്തായാലും ഗുജറാത്തിൽ വലിയ അവകാശവാദങ്ങളുമായിട്ട് കടന്നു വന്ന ആം ആദ്മി പാർട്ടി അമ്പേ തകർന്നുപോയി എന്നുള്ളതാണ് സത്യം. ഈ പറഞ്ഞതുപോലെ അവിടെ BJP അവരുടെ അപ്രമാദിത്വം നിലനിർത്തുകയും സീറ്റുകളുടെ എണ്ണം കൂട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് പതുക്കെ തകർന്നുകൊണ്ടിരിക്കുന്നു. അവിടെ കോൺഗ്രസിൻ്റെ തകർച്ച മുതലെടുത്ത് ഗുജറാത്ത് പിടിക്കാൻ വേണ്ടി, ഭാവിയിൽ ഗുജറാത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി കടന്നു വന്ന പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ഡൽഹിയിൽ, പഞ്ചാബിൽ ഒക്കെ എങ്ങനെയാണോ ആം ആദ്മി പാർട്ടി വിജയിച്ചത്, സമാനമായി നമുക്ക് ഗുജറാത്തും പിടിക്കാം എന്ന ഒരു ചിന്തയോടുകൂടിയാണ് ഇവർ ആം ആദ്മി പാർട്ടി ഗുജറാത്തിൽ പ്രവർത്തനം ആരംഭിച്ചതും മുന്നോട്ട് പോയതും. പക്ഷേ അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ആം ആദ്മി പാർട്ടിക്ക് ഒട്ടും തന്നെ അനുകൂലമല്ല. അവർക്ക് ശുഭപ്രതീക്ഷ നൽകുന്നുമില്ല. ഡൽഹിയിൽ അടിത്തറ ഇളകി കഴിഞ്ഞു, ഡൽഹിയിൽ അടിത്തറ ഇളകി, പഞ്ചാബിൽ ഇളകി, ഗോവയിൽ അവർക്ക് വിചാരിച്ചതുപോലെ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ ബംഗാളിൽ ചെന്ന് ദീദിക്ക് വേണ്ടി വലിയ വായിൽ നിലവിളിച്ച കെജ്രിവാൾ തിരികെ, അതായത് കൊൽക്കട്ടയിൽ നിന്ന് പ്ലെയിൻ കയറുന്നതിന് മുമ്പ് തന്നെ 7 MP-മാർ, രാജ്യസഭാ MP-മാർ ആം ആദ്മി പാർട്ടിയെ വിട്ട് BJPയിൽ ചേക്കേറി. പഞ്ചാബിലെ സർക്കാരിൻ്റെ നിലനിൽപ്പ് വലിയ രീതിയിൽ അപകടത്തിലായിരിക്കുന്നു. MLA-മാർ ഒന്നടങ്കം, അതായത് 2/3 MLA-മാർ കൂറുമാറാൻ തയ്യാറായി നിൽക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും അടുത്ത വർഷം താങ്കൾ പറഞ്ഞതുപോലെ ഗുജറാത്തിലും പഞ്ചാബിലും ഒക്കെ തെരഞ്ഞെടുപ്പ് വരികയാണ്. നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളല്ല ഞാനിപ്പോൾ പറഞ്ഞത്. എങ്കിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ളൊരു ചൂണ്ടുപലകയാണ്. ഗുജറാത്ത് പോലൊരു സംസ്ഥാനത്ത് തീർച്ചയായിട്ടും താഴെത്തട്ടിൽ BJPക്ക് അതിശക്തമായ പ്രവർത്തനമുണ്ട്. ബൂത്ത് തലത്തിൽ BJP വളരെ ശക്തമാണ്. കോൺഗ്രസും അത്ര മോശമൊന്നുമല്ല, പക്ഷെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ദുർബലമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് താഴെത്തട്ടിൽ ഈ പറയുന്നത് പോലെ ഒരു മികച്ച പെർഫോമൻസ്, ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അതിൻ്റെ അർത്ഥം അവിടെ കോൺഗ്രസ് നിലംപരിശായിപ്പോയെന്നോ കോൺഗ്രസിനെ തൂത്തെറിഞ്ഞെന്നോ ഒന്നുമല്ല. പക്ഷെ കോൺഗ്രസിനെ തൂത്തെറിയും എന്ന് പറഞ്ഞ് കോൺഗ്രസിൻ്റെ വോട്ട് പിടിച്ചെടുക്കാനായിട്ട് അവിടെ കടന്നു വന്ന ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ് ഗുജറാത്തി ജനത കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എന്തായാലും ഈ പറഞ്ഞ 15 കോർപ്പറേഷനുകളും സ്വന്തമാക്കി, ബഹുഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികളും നേടി, ജില്ലാ പഞ്ചായത്തുകളിലും വലിയ മുന്നേറ്റം നടത്തി BJP അവിടെ സുശക്തമായ ഒരു അടിത്തറ ഇട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, ഈ ഗുജറാത്ത് ഹിന്ദുത്വത്തിൻ്റെ ഏറ്റവും നല്ല പരീക്ഷണശാലയാണ് എന്നൊക്കെയാണ് മാധ്യമങ്ങളും ഇടത് മാധ്യമങ്ങളും അതുപോലെ തന്നെ എതിർ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഗുജറാത്തിനെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്, ലേബൽ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ അങ്ങനെയൊന്നുമല്ല എന്ന് താഴെ തട്ടിലുള്ള ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, മോദി 2013 തന്നെ ഏതാണ്ട് ഗുജറാത്ത് വിട്ടു. 14 അദ്ദേഹം പ്രധാനമന്ത്രിയായി. 2013 തന്നെ ഗുജറാത്തിൽ നിന്ന് തൻ്റെ പ്രവർത്തനം അമിത്ഷാ UPയിലേക്ക് മാറ്റിയിരുന്നു.
അദ്ദേഹം UP പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇപ്പോൾ ബംഗാളിൽ ക്യാമ്പ് ചെയ്യുന്നത് പോലെ മാസങ്ങൾ UPയിൽ ക്യാമ്പ് ചെയ്താണ് അദ്ദേഹം പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം ആസൂത്രണം ചെയ്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയത്. അതുകൊണ്ട് അന്ന് 80 സീറ്റിൽ 72 സീറ്റ് BJPക്ക് കിട്ടി, അല്ലെങ്കിൽ സഖ്യകക്ഷികൾക്കെല്ലാം കൂടെ കിട്ടി. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ഈ അമിത്ഷായും നരേന്ദ്രമോദിയും ഗുജറാത്ത് വിട്ടതിന് ശേഷം ഗുജറാത്ത് ഇനി നമുക്ക് തിരിച്ചു പിടിക്കാം എന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ്. മാത്രമല്ല, നിരന്തരം രാഷ്ട്രീയ എതിരാളികളും മാധ്യമങ്ങളും ഒക്കെ ഗുജറാത്ത് ഇനിയിപ്പോൾ തമ്മിലടിച്ച് തകരും, ഗുജറാത്ത് BJPയെ നയിക്കാൻ ആളില്ല, അവിടെ ഈ മോദിയെ പോലെ അമിത്ഷായെ പോലെ ഗുജറാത്തിനെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ അച്ചടക്കത്തോടുകൂടി ഗുജറാത്തിനെ നയിക്കാൻ ഇനിയൊരു നേതാവ് BJPയിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് അവരെല്ലാം പിന്നീട് രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ഒക്കെ പ്രവർത്തിച്ചത്. പക്ഷേ അവരുടെ ആ കണ്ടെത്തലുകളും വാദങ്ങളും എല്ലാം അസ്ഥാനത്താണെന്ന് തെളിയിക്കുന്നതാണ് ഇന്നു വരെയുള്ള അവിടുത്തെ BJPയുടെ ചരിത്രം. ഈ കഴിഞ്ഞ 10 വർഷത്തെ 12 വർഷത്തെ ചരിത്രം ഗുജറാത്തിലെ BJPയുടെ രാഷ്ട്രീയ മുന്നേറ്റം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം വിലയിരുത്തിയാൽ, BJP 1 ഇഞ്ച് പോലും മോദിയുടെ കാലത്തേക്കാൾ പുറകോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല, അതിനേക്കാൾ BJP മുന്നേറിയിരിക്കുന്നു എന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഗുജറാത്ത് ഹിന്ദുത്വത്തിൻ്റെ പരീക്ഷണശാലയാണോ അല്ലയോ എന്നുള്ളതിനേക്കാൾ BJPയുടെ കൃത്യമായ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അത് BJPയുടെ ഒരു ഉറച്ച ഉരുക്കുകോട്ടയായി മാറിയിരിക്കുകയാണ്. ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ. തീർച്ചയായിട്ടും ഗുജറാത്തിൽ BJP പയറ്റുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ BJPയെ അവിടെ ഒരു മികച്ച ഫലത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കും. അതേ തന്ത്രമാണ് ഡൽഹിയിലെടുത്ത് പ്രയോഗിച്ചത്. അല്ല, ഈ ഓരോ സംസ്ഥാനങ്ങൾക്കും അവർക്ക് വ്യത്യാസമുണ്ട് അതിലൊക്കെ. പക്ഷെ ഡൽഹിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, BJP വളരെ അച്ചടക്കത്തോടു കൂടിയൊക്കെ പ്രവർത്തിച്ചു. പക്ഷെ ഏറ്റവും ഒടുവിൽ അവിടെ സംഭവിച്ചത്, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ വലിയ രീതിയിൽ പിന്തുണച്ചിരുന്ന കോൺഗ്രസ് BJP അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ആം ആദ്മി പാർട്ടിക്ക് പിന്തുണ കൊടുത്തിരുന്ന കോൺഗ്രസ്. കാരണം ഷീലാ ദീക്ഷിതിന്റെ ഭരണത്തിൽ കൊടിയ അഴിമതികളും വലിയ വൻ ക്രമക്കേടുകളുമാണ് അവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ അതിൽ മനം മടുത്താണ് ജനം കോൺഗ്രസിനെ തൂത്തെറിഞ്ഞിട്ട് അന്ന് BJP ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. ആം ആദ്മി പാർട്ടി തൊട്ട് പുറകിൽ ഇത് ചെയ്തു. കോൺഗ്രസ് വെറും 8 സീറ്റുമായിട്ടാണ് ചുരുങ്ങിപ്പോയത്. പക്ഷേ 8 സീറ്റ് നേടിയ കോൺഗ്രസിനെ എല്ലാ കാലത്തും കോൺഗ്രസിന്റെ അഴിമതിയെ എതിർത്തുകൊണ്ടുണ്ടായ ആം ആദ്മി പാർട്ടിയെ പിന്തുണച്ചു. അങ്ങനെ ആം ആദ്മി പാർട്ടി അവിടെ അധികാരത്തിലെത്തി. പിന്നീട് ആം ആദ്മി പാർട്ടിയെ നിലനിർത്താൻ വേണ്ടി കോൺഗ്രസ് സ്വയം കുരുതി കൊടുത്തുകൊണ്ട് അവരെ പിന്തുണച്ചു. അങ്ങനെ നീണ്ട 10 വർഷം അവിടെ ആം ആദ്മി പാർട്ടി ഭരിച്ചു. അത് ഒടുവിൽ BJPയേക്കാൾ കൂടുതൽ ശക്തമായിട്ട് ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കാൻ, നിഷ്കാസനം ചെയ്യാൻ കോൺഗ്രസ് തന്നെ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി തകർന്ന് തരിപ്പണമായി പോയത്. അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ തോറ്റത് അങ്ങനെയാണ്. എന്തായാലും അത് മറ്റൊരു രാഷ്ട്രീയമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഗുജറാത്ത് ഈ പൂർണ്ണ ഫലം പുറത്തു വരുമ്പോൾ നമുക്ക് വ്യക്തമാകും BJP ഏറ്റവും താഴെത്തട്ടിൽ വരെ, ഈ ഉപജില്ലാ പഞ്ചായത്തുകളിൽ വരെ BJP ഏറ്റവും ശക്തമായ നിലയിൽ അവിടെ വിജയം നേടും എന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്.